ഞാൻ യുഎസ്എൽഫിലെ ഫസ്റ്റ് വീഡിയോ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് കൊടുക്കുകയാണ്. കാരണം ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനമായതുകൊണ്ട്. ഓക്കെ, നോളജ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ്. നമുക്കറിയാം, ഒരു കമ്പനിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ മാനേജ്മെൻ്റ് ആണ് അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ നോളജ് മാനേജ്മെൻ്റ് ആണ്, അതായത് നമ്മുടെ അറിവ് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്ത് കൊടുക്കാനും കറക്റ്റ് അപ്രോപ്രിയേറ്റുള്ള സമയത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്ലേസിൽ നോളജ് അപ്ലൈ ചെയ്യാനും കഴിയുമ്പോഴാണ് ശരിക്കും അതുകൊണ്ടുള്ള യൂസ് ഉണ്ടാകുന്നതും അതുകൊണ്ട് കമ്പനിക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷന് ബെനിഫിറ്റ് ഉണ്ടാകുന്നതും. അപ്പോൾ എങ്ങനെ നമുക്ക് നോളജ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്യാം എന്നാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോളജ് ക്രിയേഷൻ ആൻഡ് ക്യാപ്ചർ. നമ്മൾ നോളജിനെ ക്രിയേറ്റ് ചെയ്ത് അതെങ്ങനെ നമുക്ക് ക്യാപ്ചർ ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഒരു റിസർച്ച് R&Dയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ഡെവലപ്മെൻറ്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക, അതുപോലെ അത് കറക്റ്റായിട്ട് കീപ്പ് ട്രാക്ക് ചെയ്ത് വയ്ക്കുക, കറക്റ്റ് ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കുക. ഇനി എക്സ്പേർട്ട് ഇൻ്റർവ്യൂസ് എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നോളജ് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട് അല്ലേ. ഒന്ന് ടാസിക് നോളേജും അതുപോലെ തന്നെ നമുക്ക് തന്നെ ഉള്ള ഇൻക്ലൂസീവ് നോളേജും അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന നോളജ്. നമ്മൾ നോർമലായിട്ട് നമ്മൾ ലേൺ ചെയ്യുന്ന ലാംഗ്വേജും ഉണ്ട്, പക്ഷേ നമ്മൾ ബൈ എക്സ്പീരിയൻസ് നമ്മൾ നേടിയെടുക്കുന്ന ലാംഗ്വേജും ഉണ്ട്. അപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേടിയെടുക്കുന്ന ലാംഗ്വേജിനെ ഒരിക്കലും നമ്മൾക്ക് ഡയറക്റ്റ് എവിടെയെങ്കിലും ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റാത്ത നോളജ് നമ്മൾ മാക്സിമം നമ്മൾ അറ്റൈൻ ചെയ്യുന്നത് അവരുമായിട്ടുള്ള ഇൻ്റർവ്യൂസ് എടുത്ത് അവരുടെ എക്സ്പീരിയൻസ് മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവരെന്താണ് പ്രാക്ടിക്കൽ എക്സ്പോഷർ അവർക്ക് കിട്ടിയതെന്നുള്ളത് നമ്മൾ ക്യാപ്ചർ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോളജ് ക്രിയേഷനകത്ത് എക്സ്പേർട്ട് ഇൻ്റർവ്യൂസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സർവേസ് ആൻഡ് ഫീഡ്ബാക്ക് മെക്കാനിസംസ് നോർമലി റിസർച്ചേഴ്സ് ചെയ്യുന്ന ഒരു മെയിൻ വേ ആണ് സർവേ ചെയ്യുക. എന്നിട്ട് കുറേ ഫീഡ്ബാക്ക് എടുത്തിട്ട് അതിൻ്റെ ഒരു അഗ്രഗേറ്റ് ആയിട്ടുള്ളൊരു ഫോം എന്താണ് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞ് കിട്ടിയ നോളജിനെ പ്രോപ്പറായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം, അതിനെ അറേഞ്ച് ചെയ്ത് വെക്കണം. ഏത് കറക്റ്റ് കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അതായത് ആ സിസ്റ്റത്തിന് കറക്റ്റ് DBയിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ മെമ്മറിയിലോ സെക്കൻഡറി മെമ്മറിയിലോ എവിടെയാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. ഈ സ്റ്റോർ ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഫെച്ച് ചെയ്യാനുള്ള ഈസിനെസ്, അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഈസിനെസ്, ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലഘട്ടത്തിൽ കൂടുതൽ നമ്മൾ ക്ലൗഡ് സ്റ്റോറേജാണ് യൂസ് ചെയ്യുന്നത്. അത് സെൻട്രലൈസ്ഡ് സ്റ്റോറേജ് ആണ്. ക്ലയൻറ്റ് സെർവർ മോഡലുണ്ട്, സെർവർ ടു ക്ലയൻറ്റ് മോഡലും ഉണ്ട്. ഇങ്ങനെ റെപ്പോസിറ്ററിയിൽ വയ്ക്കും. പിന്നെ ഒരിക്കൽ നമ്മൾ സ്റ്റോർ ചെയ്തത് വീണ്ടും നമ്മൾ ഒന്നുകൂടെ റീക്യാപ്ചർ ചെയ്യണമെങ്കിൽ നമുക്ക് വേർഷൻസ് കൊടുക്കാൻ പറ്റും. വേർഷൻ കൺട്രോൾ മെക്കാനിസംസ് യൂസ് ചെയ്തും നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാം. അതിനകത്തുള്ള 4 പോയിൻറ്റ്സ് ഇതൊക്കെയാണ്. അടുത്ത് വരുന്ന ടോപ്പിക്ക് നോളജ് ആപ്ലിക്കേഷൻ ആൻഡ് യൂട്ടിലൈസർ. നമുക്ക് എങ്ങനെ ഇത് യൂട്ടിലൈസ് ചെയ്യാം, ഈ ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് നോളജ് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. നമ്മൾ പലതരത്തിലുള്ള ഫസി സിസ്റ്റംസ്, അങ്ങനെ പലതരത്തിലുള്ള ലോജിക്കൽ സിസ്റ്റംസ് വെച്ചിട്ട് നമ്മൾ നമ്മൾ കൂടുതൽ തന്നെ പഠിക്കും. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, പ്രോസസ്സ് ഇമ്പ്രൂവ്മെൻറ്റ്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കൂടുതൽ ഇന്നൊവേഷൻ, കൂടുതൽ ഐഡിയാസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ പ്രോബ്ലം സോൾവിങ് ടെക്നിക്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണെങ്കിൽ കൂടുതൽ ലോജിക്കൽ തിയറീസൊക്കെ അപ്ലൈ ചെയ്തിട്ട് കുറച്ചുകൂടി പ്രാക്ടിക്കൽ എക്സ്പോഷർ ഉണ്ടാക്കിയെടുത്ത് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ഡെവോപ്സിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ സേവ് ചെയ്യുന്നത് S3 ബക്കറ്റ്സിലൊക്കെ ഡേറ്റ സേവ് ചെയ്തിട്ട് അതിൽ നിന്ന് ഫെച്ച് ചെയ്തെടുക്കാനൊക്കെ വളരെയധികം എളുപ്പമാണ്. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇത്ര സമയത്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് നമുക്ക് പ്രോസസ്സ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള എക്സ്പേർട്ട് സിസ്റ്റം മറ്റുമൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി സ്പീഡായിട്ടുള്ള കാര്യങ്ങൾ നടത്താനും അക്യുറസി കീപ്പ് ചെയ്യാനും ഒക്കെ കഴിയും. ഇനി നോളജ് റിട്ടൻഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോൾ നമ്മൾ വളരെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഫർമേഷൻസ് കാണും. അത് നമ്മൾ പാസ്വേഡ് അതുപോലെ തന്നെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് നമ്മൾ സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രോപ്പർട്ടീസ് ആണെങ്കിൽ അതിന് സെക്യൂരിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ കോപ്പിറൈറ്റ്സ് ഇഷ്യൂസ് ഉണ്ട് എങ്കിലൊക്കെ അതിനനുസരിച്ച് മാനേജ് ചെയ്യണം. അതുപോലെ ഡേറ്റ സെക്യൂരിറ്റി നോക്കണം. ആ പേഴ്സണൽ ഡേറ്റയാണോ, അതുപോലെ അവരുടെ ചില കമ്പനീസിൻ്റെ പേഴ്സണൽ ഡേറ്റ
ക്യാരി ചെയ്യേണ്ടി വരും അല്ലേ. അത് പക്ഷെ ഒരിക്കലും മറ്റ് സൈഡിലേക്ക് ലൂസ് ചെയ്യപ്പെടാതെ നോക്കണം. അതുപോലെ ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ ഒരുപാട് പ്രൈവസി ഡേറ്റാസ് കാണും, ക്ലയൻറ്റ് ഡേറ്റാസ് കാണും. ഇതൊന്നും പുറത്തു പോവാതെ നോക്കണം. അതുപോലെ തന്നെ ബാക്കപ്പ് ചെയ്ത് വെക്കണം. പിന്നീട് ഹെവി ഡേറ്റാസ് വരുമ്പോൾ ബാക്കപ്പ് ചെയ്യാൻ പറ്റണം. ഇൻ കേസ് എന്തെങ്കിലും ഡിലീഷനോ എന്ത് സംഭവിച്ചാൽ അതിനെ റിക്കവർ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഫെച്ച് ചെയ്യാൻ പറ്റണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോളജ് റിട്ടൻഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ സ്റ്റെപ്പിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് വരുന്നത് നോളജ് മെഷർമെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ. അതായത് ഇപ്പോൾ ഒരു കമ്പനിയിൽ ഈ മണി എങ്ങനെ പെർഫോം ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ സ്കിൽ എങ്ങനെ പെർഫോം ചെയ്തു, അല്ലെങ്കിൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ എംപ്ലോയി എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിന് കുറേ മെട്രിക്സസ് ഉണ്ടായിരിക്കും. അത് വെച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ മെഷർ ചെയ്യണം. അതുപോലെ സർവേ ചെയ്യണം. ഒരു എംപ്ലോയറിൻ്റെ ഫീഡ്ബാക്ക് ആണെങ്കിലും എംപ്ലോയിയുടെ ഫീഡ്ബാക്ക് ആണെങ്കിലും എടുത്തിട്ട് എങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്യാം, ഇനി എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാം, നമുക്ക് എങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ മെഷർമെൻറ്റിൽ തന്നെ നമ്മൾ സെക്യൂരിറ്റിയും പ്രൈവസിയും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓഡിറ്റ് ചെയ്യും. ഓരോ വർഷവും നമുക്കറിയാം ആനുവൽ ഓഡിറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ മിഡ് ഓഡിറ്റ് ഉണ്ടാവും, പല ഓഡിറ്റ് അസസ്മെൻറ്റ്സ് ഉണ്ടാവും. ശരിക്കും നമ്മൾ ഉദ്ദേശിച്ച പോലെ പോകുന്നുണ്ടോ, മാർക്കറ്റിൽ ഇത് കറക്റ്റായിട്ട് ഇപ്പോൾ പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് വിറ്റഴിക്കപ്പെടുന്നുണ്ടോ, മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സ്ട്രാറ്റജി അനുസരിച്ചാണോ ബിസിനസ് മുന്നോട്ട് പോകുന്നത്, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതെല്ലാം നടക്കുന്ന എവിടെയാണ്? ഷെയർ മാർക്കറ്റ് ഇവാലുവേഷൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. Okay, so thank you all. Welcome back to Stand Yourself. ഇനി അങ്ങോട്ട് ഞങ്ങൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹെൽപ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുവാണെങ്കിൽ സ്റ്റാൻഡ് യുവർസെൽഫ് ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എല്ലാവരും വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.